to my Streamlight channel. ഇന്ന് നമ്മൾ എവിടെയോ പോവാണ്. എന്താ വെച്ചാൽ പപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നലെ പപ്പ ഞങ്ങളോട് പറയുവാണ് ഞങ്ങൾ എവിടെയോ പോവാണ്. പപ്പ അമ്മ പറഞ്ഞു നമ്മൾ രാത്രിയാകുമ്പോഴേ എത്താറുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. രാത്രി വണ്ടി കിടന്ന് പറയാൻ ഇഷ്ടമാണ്. ഒരു യാത്ര അതിനിടയ്ക്ക് ഒരാളെ കാണുകയും ചെയ്യണം. നമ്മള് ഒരാളെ മീറ്റ് ചെയ്യും. അത് ചെയ്യാനല്ലോ. ഓക്കെ പോം കയറ് വണ്ടി കയറ് വണ്ടി വണ്ടി കയറ്. ഓന്റെ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇതൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്കും അമ്മ പറഞ്ഞ സർപ്രൈസ് ആട്ടുന്ന. പക്ഷെ ആന്റെ അച്ഛനാണ് ഇത് റിയലി സർപ്രൈസ് ആയിട്ട്. ഭയങ്കര സർപ്രൈസ്. അപ്പൊ കാറിൽ ക്ലൂ തന്നു. ആ ക്ലൂ ഞങ്ങൾ ഗസ് ചെയ്ത് ക്ലൂ കിട്ടിയത് ഈ ചമ്പാക്കി എത്തി. ഇനി നമ്മളെ പീപ്പിളിന്റെ അമ്മയും പപ്പയും പറഞ്ഞിട്ടില്ല, ക്ലൂ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാലോ. അവരിനി ഓർഡർ 1 2 3. മുൻപത്തെ സ്കൂളായ സെൻറ്റ് ഫ്രാൻസിസിലെ നല്ലൊരു ഫ്രണ്ടാണ് ആൻറ്റോൺ. അവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. സ്കൂൾ മാറിയപ്പോൾ പിന്നെ കാണാനൊന്നും പറ്റിയിട്ടില്ല. എവിടെ പോവാമെന്നോ എന്താ കാര്യമെന്നോ കുട്ടികളോട് പറഞ്ഞില്ല. ഒരു യാത്രയുണ്ട്, ലേറ്റാവും തിരിച്ചു വരുമ്പോൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കുട്ടികളെല്ലാം വളരെ സർപ്രൈസായിരുന്നു. ഈറ്റൻ പാർക്ക് അവർക്ക് വലിയ കാര്യമില്ല, പുതുമയുള്ള കാര്യമല്ല. കാരണം ഒരുപാട് വട്ടം അവർ പോയിട്ടുണ്ട്. പക്ഷേ ആൻറ്റോണിനെ കണ്ടുപിട്ടിയത് റിയലി സർപ്രൈസായിരുന്നു. അവർ കെട്ടിപ്പിടിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നേരെ പാർക്കിൽ പോയി. ഭയങ്കര സന്തോഷമായിരുന്നു അവരെ. അതേപോലെ ആൻറ്റോണോ അവന് ഭയങ്കര സർപ്രൈസായിപ്പോയി. അവൻ്റെ അമ്മയും അവനോട് പറഞ്ഞില്ല എന്താ കാര്യമെന്ന്. അതിനാൽ ആൻറ്റോച്ചനെ കണ്ടപ്പം അവനും ഭയങ്കര സന്തോഷമായി. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഓടിച്ചു പോയി കെട്ടിപ്പിടിച്ച് അമ്മയോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എക്സൈറ്റഡ് മൂഡായിരുന്നു അവരെല്ലാവരും. ഈറ്റൻ പാർക്കിൽ കയറി കഴിഞ്ഞുള്ള അവസ്ഥ പറയണ്ടല്ലോ. പിന്നെ ഇതൊക്കെ തന്നെ ഫുള്ള് കളിയും പരിപാടിയും അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അല്ലേ? പപ്പ അവക്ക് റൂസുന് just to get to wherever after. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. Whoa. Remember the start when you're breaking my heart again, like blood on a pen. Would it matter then when everything starts to fade? Back like it's yesterday. Would it all consent? Would it matter then? Would it matter then? I did it all. I pulled the weight on my shoulders like it was fate. Don't tell me it was for nothing. ഏത് പ്ലെയിനാ ഇത്?
ആ. ആ. ആണോ റോഷു റോഷു അയ്യോ 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 കുട്ടികൾക്കുള്ള ചെറിയ സ്നാക്സും എല്ലാം കൊണ്ടുപോയായിരുന്നു. അതിനാൽ കളിച്ച് മടുത്തു കഴിഞ്ഞപ്പം എല്ലാവരും വന്ന് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെയും കളിക്കാൻ പോയി. ഇവർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു വിനോദം ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ്. പക്ഷേ പൊന്നു ഇപ്രാവശ്യം പെട്ടുപോയി. കുറേ വട്ടം ട്രൈ ചെയ്തെങ്കിലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പൊന്നുവിന് സാധിച്ചില്ല. പക്ഷേ ആൻഡ്രോച്ചൻ വളരെ സിമ്പിളായി കംപ്ലീറ്റ് ചെയ്തു. To be your friend, I wanna know if it mattered. I would have gone to war for you. I would have bent the earth in two just to get to our ever after. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. കണ്ടു കണ്ടു. ഓ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ആദ്യം ഇറങ്ങട്ടെ മാറി. Don't tell me it was for nothing. You told me love wasn't true 'cause it didn't feel real to a cynic like you. I'm pretty sure we walked into something. Come on, Anton, you can do it. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. Hold the center. Hold the center. Remember the start when you break in my heart again like blood on a thread. Would it matter then when everything starts to fade? Good. Very good. Good job. Good job. Yeah. What it all Made it. says. You made it. Anton. Would it matter then? Antonio, wait. Yeah. Now you can start. Would it matter then? Yeah. Would it matter then? Don't be stuck, okay? Another time around the block. അടാ ചേച്ചി ആട്ടുന്നു. They say we're soulmates and it shows. So I wanna see where this could go.
കുറേ നേരത്തെ കളികൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചു. റോസക്കുട്ടി വരികയല്ലായിരുന്നു, പിന്നെ അവസാനം അവളെ എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥയായി. ആൻഡ്രച്ചാ ഇന്നത്തെ കാര്യം ഫുട്ബോൾ കളിച്ചു. ഞങ്ങളല്ലേ അവിടെ അല്ലേ കളിച്ചു. ആൻഡ്രച്ചൻ എന്നാ തോന്നി? സന്തോഷം തോന്നിയോ? എത്ര നാൾ കൂടിയാ നിന്റെ ഫ്രണ്ടിനെ കാണുന്നേ? ഒരുപാട് നാൾ കൂടിയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നൊക്കെ ചെയ്തു? ഫുട്ബോൾ കളിച്ചു. പിന്നെ നിങ്ങൾ എന്നാ ചെയ്തു? സാൻഡി പോയി. പിന്നെ നിങ്ങൾ കുറെ അഡ്വഞ്ചറസ് ഒക്കെ ചെയ്തില്ലേ? ഞാൻ ഇത് കേടി പറ്റില്ല. സ്ലിപ്പിടി തിങ്ങല്ലേ? പിന്നല്ലേ മറ്റേ ഇതില്ലേ അനങ്ങുന്നേ സ്ലിപ്പറി തിങ്ങ അതേ കേടി. പിന്നെ മറ്റേ സ്ലിപ്പിടി തിങ്ങില്ല റൗണ്ട് അതില് കേടി. പിന്നെ ആന്റോൺ എന്നാ പറഞ്ഞു? ലാസ്റ്റ് എന്നാ പറഞ്ഞു? പിന്നെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം കാണാന്നൊക്കെ പറഞ്ഞ പിന്നെ എന്നായിരുന്നു? ഓക്കെ ഇനി പൊന്നു എന്നാ തോന്നി? അങ്ങനെ എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ പാർക്കിൽ ചെന്നപ്പോ എന്റെ ഫ്രണ്ടിന് വേണ്ട. നിന്റെ ഫ്രണ്ടിനെ കണ്ടോ? ഫ്രണ്ട് ഹിബയെ കണ്ടല്ലേ? പിന്നെ വേറെ ആരുടെയായിരുന്നു? പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഹിബ അല്ലാതെ. അല്ലാതെ മറ്റേ കൊച്ച് ആ തലമുടി പിന്നെ ഇട്ട കൊച്ച് എഡ്വേർഡ്. അതെനിക്ക് ഓർമ്മയാണ്, പക്ഷെ പിന്നെ കൊണ്ടിരുന്നത് പക്ഷെ കേളി ഹെയർ ഉള്ളത് വേറൊരു എന്റെ ഫ്രണ്ടാ, പക്ഷെ വേറെ ഒരു കൊച്ച്. എന്നിട്ട് ഞാൻ മറ്റേ ആന്റെ പറഞ്ഞു സ്ലിപ്പറി തിങ്ങ ഇങ്ങനത്തെ വേളി തിങ്ങ അത് ഞാൻ കയറി എന്റെ എന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കയറിയത്. എന്നിട്ട് അത് ഞാൻ ചെയ്തു ഗൈസ്. അവിടെ തിരിച്ചു വരാൻ പറ്റാതെ കിടന്ന് കാറി പൊളിച്ച ഒരു പെങ്കൊച്ചുണ്ട് അവിടെ കിടക്കുന്നത് അല്ലേ? അവള് ഇങ്ങനെ ഉറങ്ങി. അവള് കിടന്നുറങ്ങി. ഇനി അവളെ തിരിച്ചെണ്ണിപ്പിക്കാം. ഇട്ടിച്ചെന്നാ തോന്നി? പിന്നെ ഞാൻ എഡിച്ചിനെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാ മറ്റേ ബിഗ് സ്ലൈഡ് കയറുണ്ടെന്നു. എന്നിട്ട് അവൻ ചെയ്തു. മുന്നേ കാണിച്ചല്ലോ മറ്റേ റൗണ്ട് ആയിട്ട് ഇറങ്ങി വരുന്നത്. അത് ആന്റെ തന്നെ മറ്റേ റൗണ്ട് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റേ സ്ലിപ്പർ തിങ്ങില് റൗണ്ട് ആന്റെ അച്ഛൻ ചെയ്ത് കാണിച്ചു. പിന്നെ ഞാൻ ചെയ്ത് കാണിച്ചത് ആ സ്ലൈഡിൽ എങ്ങനെ കയറണ്ടെന്നു. ഇനി ഇട്ടിച്ചൻ പറഞ്ഞേ. എന്നാ കളിച്ചേ? നീ ഫുട്ബോള് കളിച്ചു. പിന്നെ എന്നാ കളിച്ചു? കുറച്ച് ഈറ്റംപാർക്കിൽ പോയി ടോയ്ലറ്റിൽ പോയി ശൂശി വെച്ചോ? പിന്നെ ആണോ? ഓക്കെ ഓക്കെ എന്നാ ഓക്കെ പുന്നു. Okay.